പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. നവരാത്രി നാളിൻ്റെ 5-ാം ദിനത്തിൽ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് നാം ആരാധിക്കുന്നത്. സ്കന്ദൻ്റെ മാതാവ്, സുബ്രഹ്മണ്യൻ്റെ അമ്മ. സുബ്രഹ്മണ്യനെ സ്കന്ദൻ, ഗുഹൻ, ഷൺമുഖൻ, വേലൻ, വേലായുധൻ, കാർത്തികേയൻ, അറുമുഖൻ, കുമരൻ, മയൂരവാഹനൻ, സുബ്രഹ്മണ്യൻ, മുരുകൻ, ശരവണൻ, വടിവേലൻ, വള്ളിമണാളൻ, ഇങ്ങനെ അനവധി പേരുകളിൽ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉത്തമമൂർത്തിയായിട്ട് ആരാധിക്കുന്ന ദൈവസങ്കല്പമാണ് പാർവതീദേവിയുടെ പരമേശ്വരൻ്റെ പുത്രനായ സുബ്രഹ്മണ്യൻ, സ്കന്ദൻ. എങ്ങനെയാണ് സ്കന്ദൻ്റെ ഐതിഹ്യം? ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്ത്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത്. ശിവന്റെ പുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാവൂ എന്ന വരമായിരുന്നു ഈ അസുരന്മാർ നേടിയത്. ത്രിലോകങ്ങളും അവർ അടക്കി ഭരിച്ചു. കാരണം അന്ന് ശിവന് പുത്രൻ ഉണ്ടായിരുന്നില്ല. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും എന്നാൽ വളരെ കാലമായിട്ടും ശിവഭഗവാന് പുത്രൻ അവതരിച്ചില്ല. തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യ ജ്യോതിസുകളും പാർവതീദേവിയുടെ മുഖത്ത് നിന്ന് ഒരു ദിവ്യ ജ്യോതിസും വരികയും ചെയ്തു. ആ ദിവ്യ ജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഗംഗ ശരവണ പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യ ജ്യോതിസുകളിൽ നിന്ന് 6 മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവതമാരായ 6 ദേവിമാർ സുബ്രഹ്മണ്യനെ മുല കൊടുത്ത് വളർത്തുകയും ചെയ്തു. പിന്നീട് ദേവസേനാധിപനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്തൻ എന്നീ അസുരന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു. അപ്പം ഭഗവാന്റെ അവതാര ഉദ്ദേശം ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ച് ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. വിചിത്രമായ വരങ്ങളാണ് പലപ്പോഴും അസുരന്മാർ മേടിക്കുക. അവിടെയാണ് ബ്രഹ്മാവിൽ നിന്ന് മേടിച്ചത്. ശിവഭഗവാന് ജനിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞങ്ങളെ കൊല്ലാൻ പറ്റുള്ളൂ. അവിടെയാണ് സതി തപസ്സു ചെയ്ത്, ആത്മാഹുതിക്ക് ശേഷം തപസ്സു ചെയ്ത് ശൈലപുത്രിയായി ഭഗവാനെ വിവാഹം ചെയ്തു. അതിൽ ജനിച്ച കുട്ടി സ്കന്ദൻ, സ്കന്ദമാതാ, ധീരനായ സ്കന്ദൻ്റെ അമ്മ. സർവസൈന്യാധിപനാണ് ദേവസേനയുടെ, ദേവന്മാരുടെ സേനയുടെ സർവസൈന്യാധിപനായ സ്കന്ദൻ എന്ന് പറയുമ്പോൾ 5-ാം നാൾ നാം ആരാധിക്കുന്നത് ശക്തി സ്വരൂപനായ വേലായുധനെയാണ്. വേൽ ആയുധമായിട്ട് ധരിച്ച വേലായുധൻ എന്ന സുബ്രഹ്മണ്യൻ ശക്തിയുടെ സ്വരൂപമായിട്ട് ദേവന്മാരുടെ സേനാധിപനായിട്ട് അസുരന്മാരെ നിഗ്രഹിച്ച് ദേവപക്ഷത്തെയും ധർമ്മപക്ഷത്തെയും വിജയിപ്പിച്ചു. ആ സ്കന്ദന് ജന്മമരുളിയ മാതാവ് ശ്രേഷ്ഠ മാതാവായിട്ട് ആദിപരാശക്തിയുടെ പാർവതീദേവിയുടെ സ്കന്ദമാതാ എന്ന ഭാവത്തെ നാം ആരാധിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.